തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലിയും സാദാ മുളകും കൂടെ പിന്നെ മിക്സ് ചെയ്ത് അരച്ചതാണ്. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ശകലം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. തേങ്ങയും 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ജാറിലിട്ട് അരയ്ക്കാം. തേങ്ങയും 2 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാൻ. ശകലം കടുകിട്ട് ശകലം ഉലുവ ഇട്ടിട്ടുണ്ട്. പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചി, ഒരു ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞതിട്ടിട്ടുണ്ട്. രണ്ട് കറിവേപ്പില, എടുത്ത് വെച്ച മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി ഉണ്ട്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 തക്കാളിപ്പഴം ഞുറുക്കി വെച്ചത്. പിന്നെ അത് 2 ഉണ്ടമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ശകലം പുളി പിഴിഞ്ഞത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അരിച്ചെടുത്തതാണ്. തേങ്ങ ചെറിയുള്ളിയായിട്ട് അരച്ചെടുത്തതാണിത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇതിനകത്തോട്ടിടുക. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിപ്പം അടച്ചു വെക്കാം. മീൻകറി ഇങ്ങനെ ആയെന്ന് നോക്കാം. മീൻകറി നല്ല പാകമായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത്, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. മീൻ വറുക്കാനായിട്ട് നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് മേളിൽ 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പയറുതോരത്തിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, ഒരു 4 വറ്റൽമുളക്, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളക്, തേങ്ങ, ശകലം ജീരകം എടുത്തിട്ടുണ്ട്, ചീരത്തോരൻ വെക്കാൻ.
ശകലം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ അമർത്തുക. ഓക്കെ, ബൈ.